ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് കുറേ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഈ ഒരു സെറ്റപ്പിൽ നമ്മളൊരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓലയുടെ ഒരു ലോഞ്ച് ഇവന്റ് 2-3 ദിവസം മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ആ ഒരു ഇവന്റിനകത്ത് അവർ 2-3 പ്രോഡക്ട്സ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ തന്നെ 2-3 വേരിയന്റ്സും അതേപോലെ തന്നെ 2-3 പ്രോഡക്ട്സ് പിന്നെ കുറച്ച് പാക്കേജുകളും കാര്യങ്ങളൊക്കെ. അപ്പം അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഇവന്റ് കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒപ്പീനിയനും എനിക്ക് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പിന്നെ കുറച്ച് ന്യൂസുകൾ എനിക്ക് ആ പോസിറ്റീവും നെഗറ്റീവും ഫീൽ ചെയ്യാൻ കാരണമായിട്ടുള്ള കുറച്ച് ഞാൻ കണ്ടിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളും അതിന്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും വെരിഫൈ ചെയ്യണമെങ്കിൽ ആ ഒരു ലിങ്കൊക്കെ കയറി ക്ലിക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ഇടാൻ ശ്രമിക്കുക. കാരണം ബാക്കിയൊക്കെ പിന്നത്തെ കാര്യം. കമന്റ്സ് ആണ് പ്രധാനമായിട്ട് വരുന്നത്. കാരണം കമന്റ്സിനകത്താണ് കൂടുതൽ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ വീഡിയോയ്ക്ക് എന്തൊക്കെ ചേഞ്ച് വരുത്തണം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കും. സോ നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന ആ ഒരു ഇവന്റിനെ കുറിച്ചിട്ടാണ്. ആ ഒരു ഇവന്റിൽ പ്രധാനമായിട്ടും നടന്നിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു മെയിൻ ഒരു കൺസെപ്റ്റ് ആണ് അവർ ഈ ഒരു ഇവന്റിലൂടെ പറഞ്ഞു തരുന്നത്. ബ്രേക്ക് ദി ബാരിയേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പം അതും അവരുടെ ഒരു എയിം എന്ന് പറയുന്ന എൻഡ് ഐസേജ് എന്ന് പറയുന്ന ഒരു എയിമും തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പം അതെന്താണെന്ന് തന്നെ ഫസ്റ്റ് സംസാരിക്കാം. നിങ്ങൾക്ക് ഒലയെ കുറിച്ചിട്ട് അറിയുന്ന ടൈം തൊട്ട് ഇപ്പൊ അവരുടെ ഒരു മെയിൻ ഹാഷ്ടാഗ് ആണ് എൻഡ് ഐസേജ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പെട്രോൾ സ്കൂട്ടേഴ്സും അല്ലെ ബൈക്കുകൾ അല്ലെങ്കിൽ ഈ കാറുകൾ അതൊക്കെ പെട്ടെന്ന് തന്നെ ആ ഒരു കാലഘട്ടം നിർത്തിയിട്ട് അവർക്ക് പുതിയൊരു ഇവി കാലഘട്ടത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അപ്പം എല്ലായിടത്തും ഇവികൾ എത്തിക്കുക അതാണ് അവരുടെ മെയിൻ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടാണ് ഫസ്റ്റ് തന്നെ ടൂ വീലർ ആ ഒരു സെഗ്മെന്റിൽ ഇവി ഫുൾ ആക്കുക എന്നാണ് അവരുടെ മെയിൻ ഒരു ലക്ഷ്യം. അതിനുശേഷം എനിക്ക് തോന്നുന്നു അടുത്ത ഒരു 2025 കൂടിയിട്ട് അവർ ഒരു ഇലക്ട്രിക് കാർ അവര് കൺസെപ്റ്റ് അവതരിപ്പിക്കുമായിരിക്കും. കാരണം ചുമ്മാ അതൊരു ട്രെയിലർ പോലെ അവര് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കൺസെപ്റ്റ് ഒന്നും അവതരിപ്പിച്ചിട്ടില്ല. അത് മിക്കവാറും 2025 അവതരിപ്പിച്ചിട്ട് പിന്നെ ഒരു 2 വർഷത്തിനുള്ളിൽ ഓൺ റോഡിൽ ഇറങ്ങുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം അത്യാവശ്യം അത് അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് തന്നെ അതിന്റെ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഫാക്ടറീസ് ഇപ്പം പണിതുകൊണ്ടിരിക്കുകയാണ്. ജിഗ ഫാക്ടറി അതിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കാം. അപ്പൊ ബ്രേക്ക് ദ ബാരിയേഴ്സ് എന്ന് പറയുന്ന അവരുടെ ആ ഒരു കൺസെപ്റ്റിനകത്ത് അവർ 4 കാര്യങ്ങളാണ് പറയുന്നത്. അവർക്ക് എൻഡ് ഐസേജ് എന്ന് പറയുന്ന അവരുടെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തടസ്സമായിട്ട് നിൽക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു 4 കാര്യങ്ങൾ. അപ്പൊ അതിൽ ഒന്നാമതായിട്ട് നിൽക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ലോ പ്രൈസിൽ ഹൈ റേഞ്ച് വരുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടർ. അതെനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. കാരണം അത്യാവശ്യം റേഞ്ച് ഇപ്പോഴത്തെ സമയങ്ങളിലുള്ള ഇലക്ട്രിക് സ്കൂട്ടറിന് 150 കിലോമീറ്ററിൽ താഴെ കമ്പനി അവകാശപ്പെടുന്ന റേഞ്ച് ഉള്ളൂ. അപ്പൊ അതിൽ നിന്ന് പിന്നെ ഡ്രോപ്പ് ആയിട്ടുള്ള റേഞ്ചാണ് കൂടുതൽ ഇലക്ട്രിക് സ്കൂട്ടേഴ്സും കൊടുക്കുന്നത്. അതും പ്രൈസ് ഭയങ്കര കൂടുതലുമാണ്. അപ്പം ഒലയുടെ ഇലക്ട്രിക് സ്കൂട്ടറാണ് നിലവിൽ എനിക്ക് തോന്നുന്നു ഓൺ റോഡിൽ അത്യാവശ്യം ഉള്ളതിൽ ഏറ്റവും കൂടുതൽ റേഞ്ച് വരുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടർ. 190 കിലോമീറ്റർ പറയുന്നുണ്ട്. അപ്പം വേറെ കുറെ ബ്രാൻഡുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഡെലിവറീസ് ചിലത് സ്റ്റാർട്ടും ചെയ്തിട്ടുണ്ട്. 200 പ്ലസ് കിലോമീറ്റേഴ്സ് റേഞ്ച് ഉള്ളത്. ഇപ്പം അതിനെ കുറിച്ചിട്ട് പിന്നെ സംസാരിക്കാം. ഇപ്പം നിലവിൽ ഒലയെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം അവരുടെ S1 Pro മേടിക്കണമെങ്കിൽ 1,47,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ്. ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു സ്കൂട്ടർ S1X എന്ന് പറയുന്നതിന്റെ ഒരു ഹയർ എൻഡ് വേരിയന്റ്. X1X എന്ന് പറയുന്ന അവരുടെ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഹയർ എൻഡ് വേരിയന്റ് ആണ്. അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ 4 കിലോ വാട്ട് അവറിന്റെ ബാറ്ററിയാണ്. അപ്പോൾ റേഞ്ച് അവർ അവകാശപ്പെടുന്നത് 190 കിലോമീറ്റർ. S1 Proയുടെ Gen 2ന്റെ റേഞ്ച് എന്ന് വെച്ചാൽ 195 കിലോമീറ്റർ ആണ്. അപ്പോൾ ഒരു 5 കിലോമീറ്ററിന്റെ വ്യത്യാസമേ വരുന്നുള്ളൂ. ഒരു പ്രീമിയം റേഞ്ച് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഒരു ലോ പ്രൈസിൽ, ഒരു അഫോർഡബിൾ പ്രൈസിൽ. തീരെ ലോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം ഇതിന്റെ തന്നെ വേറെ വേരിയന്റ്സും അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. 3 കിലോ വാട്ട് അവറിന്റെ ബാറ്ററി വരുന്നത്, 2 കിലോ വാട്ട് അവറിന്റെ ബാറ്ററി വരുന്നത്. അതിന് രണ്ടിനും ഉള്ള റേഞ്ച് എന്ന് വെച്ചാൽ 3 കിലോ വാട്ട് അവറിന്റെ ബാറ്ററി വരുന്നതിനകത്ത് 143 കിലോമീറ്റർ ആണ് റേഞ്ച് അവകാശപ്പെടുന്നത്. 2 കിലോ വാട്ട് അവറിന്റെ 90 കിലോമീറ്ററും. അപ്പോ മോട്ടോർ പെർഫോമൻസ് എല്ലാം മൂന്നിലും സെയിം തന്നെയാണ്. 6 കിലോ വാട്ടിന്റെ മോട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കി ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ 4.3 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ടച്ച് ഒന്നും അല്ല കേട്ടോ. അതിന്റെ കൂടെ തന്നെ ഇതിനകത്ത് 3 മോഡ്സ് വരുന്നുണ്ട്. നോർമൽ വരുന്നുണ്ട്, ഈക്കോ മോഡ് വരുന്നുണ്ട്, സ്പോർട്സ് മോഡ് വരുന്നുണ്ട്. അതെല്ലാം 3 മോഡൽസിനും സെയിം തന്നെയാണ്. ബാറ്ററി കപ്പാസിറ്റി റേഞ്ചിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം മോട്ടറും സെയിം തന്നെയാണെന്ന് പറഞ്ഞല്ലോ. പ്രൈസിൽ വരുന്ന വ്യത്യാസം എന്ന് കഴിഞ്ഞാൽ ഏറ്റവും ബേസ് വേരിയന്റിൽ നമുക്ക് വരുന്ന പ്രൈസ് എന്ന് വെച്ചാൽ 80,000 രൂപയാണ്. 79,990 രൂപ എങ്ങാണ്ട്, 80,000 രൂപ. അടുത്തൊരു രണ്ടാമത്തെ വേരിയന്റിന് വരുന്ന പ്രൈസ് എന്ന് വെച്ചാൽ 90,000 രൂപയാണ്. മൂന്നാമത്തെ ഏറ്റവും ഹയർ എൻഡ് വേരിയന്റിന് വരുന്ന 190 കിലോമീറ്റർ റേഞ്ച് വരുന്ന വേരിയന്റിന് 4 കിലോ വാട്ട് അവറിന്റെ ബാറ്ററി വരുന്ന വേരിയന്റിന് വരുന്ന പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1,10,000 രൂപയാണ്. ഇതെല്ലാം എക്സ് ഷോറൂം പ്രൈസ് ആണ് ഞാൻ പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് അഡീഷണൽ എമൗണ്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചേക്കണം. എക്സ് ഷോറൂം പ്രൈസ് എന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു കാര്യം,
ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ഒന്നാമത്തെ ബാരിയർ അവർ ബ്രേക്ക് ചെയ്തു. ലോ പ്രൈസ്, ഹയർ റേഞ്ച് അത് കവർ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം അവര് പറയുന്നത് അവർ ഒരു ബാരിയർ ആയിട്ട് പറയുന്നത് സർവീസാണ്. ഒരു ഭയങ്കര ബാരിയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇപ്പം നിലവില് നിങ്ങൾ ഒലയുടെ സർവീസ് എന്ന് ചുമ്മാ യൂട്യൂബിലോ അല്ലെങ്കിൽ ട്വിറ്ററിനകത്തോ എവിടെ വേണമെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോ. വരുന്ന മൊത്തവും കംപ്ലയിന്റ്സ് ആയിരിക്കും. കാരണം കേരളത്തിലെ തന്നെ മലയാളം എന്ന് അടിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഫുള്ള് കംപ്ലയിന്റ്സും ആയിരിക്കും വരുന്നത്. കാരണം കസ്റ്റമേഴ്സ് നേരിട്ട് പറയുന്ന കംപ്ലയിന്റ്സ്, അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബ് ചാനലിൽ ഒരു യൂട്യൂബ് ചാനലുണ്ട്. റെഗുലറായിട്ട് ഞാൻ വീഡിയോസ് കാണാറുണ്ട്. ഈ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ അതും എനിക്ക് ഇഷ്ടപ്പെട്ട ഇലക്ട്രിക് സ്കൂട്ടേഴ്സിന്റെ വീഡിയോസ് ആണെങ്കിൽ ഒല, ഏതർ അതുപോലത്തെ കമ്പനികളുടെ. അതും റേഞ്ച് ടെസ്റ്റും കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ കാണാറുള്ളത്. പിന്നെ ഈ കസ്റ്റമേഴ്സ് വന്നിട്ട് അവർക്ക് വരുന്ന പ്രശ്നങ്ങള്, യൂസർ എക്സ്പീരിയൻസ് പറയുന്ന കാര്യങ്ങളോ, അപ്പം അണ്ടർ ദ സ്റ്റാർസ് അങ്ങനെയാണ്ടാന്ന് തോന്നുന്നു ആ ചാനലിന്റെ പേര്. അപ്പം ആ ഒരു ചേട്ടൻ അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന ഒരു ചേട്ടനാണ്. അത്യാവശ്യം നല്ല എഫോർട്ട് എടുത്ത് ഇടയ്ക്കിടയ്ക്ക് റെഗുലറായിട്ട് ഈ അപ്ഡേറ്റുകൾ തരുന്നൊരു ചേട്ടനാണ്. സോ പുള്ളിയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അത് നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കിക്കോ. അത് വലിയൊരു ചാനലാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. ഞാൻ പേര് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും. എന്റെ തീരെ ചെറിയൊരു ചാനലാണ്. സോ ആഹ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ഞാൻ ഒരു പ്രൂഫിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഞാൻ ഈ പറയുന്ന കാര്യം അതിനകത്ത് ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. സോ സർവീസ് ഇഷ്യൂസ് ഭയങ്കരമെന്ന് വെച്ചാൽ വലിയ സർവീസ് ഇഷ്യൂസാണ്. പിന്നെ സ്കൂട്ടേഴ്സിനും കംപ്ലയിന്റ്സ് വരുന്നതായിട്ട് നമ്മൾ ഈ ട്വിറ്ററിൽ കയറുമ്പോൾ ഓരോ യൂസേഴ്സ് പോസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. നിങ്ങൾ ചുമ്മാ ഒല ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് സെർച്ച് ചെയ്യുക. ട്വിറ്ററിനകത്താണെങ്കിൽ ഒല ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് തന്നെ സെർച്ച് ചെയ്യുമ്പം കുറേ ഫോട്ടോസും ഡാമേജ് എന്തൊക്കെയാണ് ഇഷ്യൂസ്, എറേഴ്സ് വന്നിട്ടുള്ളത്, ഓടുന്നതിന്റെ ഇടയ്ക്ക് വണ്ടി ഓഫ് ആവുന്നു, പിന്നെ റോഡ് സൈഡ് അസിസ്റ്റന്റ് കോൾ ചെയ്യുമ്പം ഒരു റെസ്പോൺസും ഇല്ല. എടുക്കുന്നവരാണെങ്കിൽ ഒന്നില് ഒരു ഇന്നാക്യുറേറ്റ് ആയിട്ടുള്ള മറുപടിയും കാര്യങ്ങളൊക്കെയാണ് തരുന്നത്. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്താൽ പോലും അവരെത്താറില്ല. അങ്ങനെ കുറേ കംപ്ലയിന്റ്സ് നമ്മള് കാണാൻ പറ്റും അതിനകത്തൊക്കെ. സോ ആ ഒരു ഇഷ്യൂ എത്രയും പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം എനിക്ക് തോന്നുന്നു അതാണോ ഫോക്കസ് ചെയ്തിട്ടുള്ളെ എന്ന കാര്യം എനിക്ക് ഉറപ്പില്ല. കാരണം സർവീസിന്റെ ആ ഒരു രണ്ടാമത്തെ ബാരിയറിനകത്ത് അവര് പറഞ്ഞിരിക്കുന്നത് അവർക്ക് നിലവിൽ 400 സർവീസ് സെന്റേഴ്സ് ഉണ്ട്. അതൊരു 600 പ്ലസിലോട്ട് അവര് എക്സ്പാൻഡ് ചെയ്യുന്നെന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത്. അപ്പം സർവീസ് സെന്റേഴ്സ് മാത്രം വന്നിട്ട് കാര്യമില്ല. സർവീസ് മെച്ചമായിട്ടില്ലേ പിന്നെന്തുവാ? പിന്നെ വേറൊരു കാര്യം, അത് പൊതുവെ എല്ലാ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിനും ഉള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാറ്ററി ഇപ്പം എന്തെങ്കിലും ഇഷ്യൂസ് കാണിക്കുവാണെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് തരുന്നുണ്ട് ബ്രാൻഡുകൾ. അപ്പം ആ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ടൈം ചിലപ്പോ ഒരു 20 ദിവസം മുതല് 3 മാസം വരെയൊക്കെ ഒരു ടൈം ഡിലേ വരുന്നതായിട്ട് നമുക്കിങ്ങനെ ഞാൻ പൊതുവേ ഉള്ള ഇലക്ട്രിക് സ്കൂട്ടേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. അത് ചൈനീസ് മെയ്ഡ് ഒക്കെ ഉൾപ്പെടും. അപ്പൊ ചൈനീസ് മെയ്ഡ് ഈ അടുത്തിടയ്ക്ക് എൽത്തോർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അപ്പം കസ്റ്റമറിന്റെ ഒരു വീഡിയോ ആണ്. അവര് ഭയങ്കര വിഷമിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം എൽത്തോർ എന്ന് പറഞ്ഞ ഒരു 300 കിലോമീറ്ററൊക്കെ റേഞ്ചുള്ള മോഡൽസ് ഒക്കെ എനിക്ക് തോന്നുന്നു അവർക്കുണ്ടായിരുന്നത്. അത് ജർമ്മൻ ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞാണ് അവരുടെ വീഡിയോസ് കുറേ ബ്രാൻഡുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ യൂട്യൂബ് ചാനൽസ്. എനിക്ക് തോന്നുന്നില്ല. നമ്മള് അത്യാവശ്യം നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ടൊക്കെ ഇടുന്നതായിരിക്കും ബെറ്റർ. കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ട് തന്നെ കുറേ ആൾക്കാര് പേടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇന്ത്യൻ മെയ്ഡ് ബ്രാൻഡുകളാണെങ്കിൽ പിന്നെയും നമുക്കൊന്ന് വിശ്വസിക്കാം. പിന്നെ ഈ ജർമ്മൻ മെയ്ഡ് എന്ന് പറഞ്ഞ ആ ഒരു വീഡിയോയിൽ കാണിക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി എന്ന് വെച്ചാൽ അത് കാണുന്ന ആൾക്കാർക്ക് എന്തായാലും മനസ്സിലാവും. അത്യാവശ്യം ഇതിനെക്കുറിച്ചിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് ആ ഒരു സെല്ലിന്റെ ആ ഒരു പോർഷനൊക്കെ കാണിക്കുമ്പോൾ അത് വെറും ലോക്കലായിട്ടാണ് വയറിങ്ങും കാര്യങ്ങളൊക്കെ സെല്ലിനകത്ത് ചെയ്തിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ജർമ്മൻ ബ്രാൻഡ് എവിടെ കിടക്കുന്നു, ആ ചെയ്തു വെച്ചേക്കുന്ന ആ ഒരു വർക്ക് എവിടെ കിടക്കുന്നു എന്നുള്ള കാര്യം. പിന്നെ ഫാസ്റ്റ് ചാർജിങ്ങിന്റെ ഒരു ഹോളാണ് അവിടെ ഉള്ളത് ആ ഒരു പോർട്ടിന്റെ. അപ്പൊ അവര് പറയും അത് ഇനി അപ്ഡേറ്റ് വരുമ്പോ വരും. പക്ഷെ ഓലയൊക്കെ നിലവില് കൊടുക്കുന്നുണ്ട്, ഏതർ കൊടുക്കുന്നുണ്ട്, ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. അവർക്ക് ഇതുവരെ വന്നിട്ടില്ല ജർമ്മൻ ബ്രാൻഡ്. കാരണം ഇന്ത്യയെക്കാട്ടി അത്യാവശ്യം നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അവിടുന്ന് വരുന്ന ഒരു സ്കൂട്ടറിനകത്ത് ഫാസ്റ്റ് ചാർജിങ്ങിന്റെ ഓപ്ഷൻ വരുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം പല ബ്രാൻഡുകളും ചൈനീസ് ബ്രാൻഡുകൾ മേടിച്ചിട്ടുണ്ട്. അപ്പം ചൈന എന്ന് പറയാനുള്ള മടി കാരണമായിരിക്കും ജർമ്മൻ ബ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പൊ അതിന്റെ ബാറ്ററി റീപ്ലേസ്മെന്റ് കുറേ ആൾക്കാർക്ക് കസ്റ്റമേഴ്സിന് കംപ്ലയിന്റ് വന്നിട്ട് അതിന്റെ 3, 4 മാസമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതുവരെ വന്നിട്ടില്ല. കാരണം 170 കിലോമീറ്ററൊക്കെ റേഞ്ച് പറയുന്ന വണ്ടികളും 40, 50 കിലോമീറ്ററൊക്കെ റേഞ്ച് കിട്ടുന്നുള്ളൂ എന്നാണ് ആ ഒരു വീഡിയോയ്ക്കകത്ത് ആ കസ്റ്റമർ പറയുന്നത് ഞാൻ കേട്ടത്. അപ്പം ഡീലറെ വിളിച്ച് നോക്കുന്ന ടൈമില് ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങളിപ്പം ഡീലർഷിപ്പ് ഉപേക്ഷിച്ചു എന്നൊക്കെയാണ് അവര് പറഞ്ഞത്. ഡയറക്റ്റ് നിങ്ങൾ കമ്പനിയെ കോൺടാക്ട് ചെയ്യൂ. എവിടോ കിടക്കുന്ന ഒരു കമ്പനിയെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യൂ എന്നൊക്കെയാണ് സംസാരിക്കുന്നത്. സോ അതാണ് സർവീസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇപ്പം നടക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് വണ്ടി എടുക്കാൻ ശ്രമിക്കുക. കാരണം ചൈനീസ് ബ്രാൻഡുകൾ എടുക്കുമ്പം പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക ചൈനീസ് ബ്രാൻഡുകൾ. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ അതിന്റെ എന്താണ് അതിന്റെ സേഫ്റ്റി എന്താണ്? ആ ഒരു വണ്ടിയുടെ ബാറ്ററിയുടെ സേഫ്റ്റി എന്താണ്? വണ്ടിക്ക് എന്താണ് നമുക്കൊരു ഗ്യാരണ്ടി ഉള്ളത് എന്നൊക്കെ നല്ലോണം അന്വേഷിച്ചിട്ട് മാത്രം എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ പൈസ കുറഞ്ഞ കൊണ്ടാണ് ചില ആൾക്കാര് എടുക്കുന്നതെന്ന് പറയാം. പക്ഷെ അതിന് അത്യാവശ്യം നല്ല പ്രൈസി ആയിട്ടുള്ള വണ്ടിയാണ്. 1,50,000 രൂപയ്ക്ക് അതിന് തന്നെ വില വരുന്നുള്ളൂ. അന്നേരം പിന്നെ നിങ്ങക്ക് അത് കൊടുത്തിട്ട് ഏതറോ അല്ലെങ്കിൽ ഒരു 20,000 അധികം കൊടുത്ത് കഴിഞ്ഞാൽ ഏതർ കിട്ടും. അല്ലെങ്കിൽ ഒരു ഒല കിട്ടും. എസ്1 പ്രോ കിട്ടും നിങ്ങക്ക്.
1,00,000 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു S1 X നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. 1,00,000-ത്തിനകത്ത് 2 കിലോവാട്ട് അവർ. അത് തന്നെ റേഞ്ച് ഏകദേശം ഒരു 90 കിലോമീറ്ററൊക്കെ കിട്ടുന്നുണ്ട്. 150 കിലോമീറ്റർ റേഞ്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ S1 Xന്റെ 3 കിലോവാട്ട് അവർ എടുക്കാം. 190 വേണമെങ്കിൽ 1,10,000 നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റും. എന്നാ പോലും എനിക്ക് തോന്നുന്നില്ല മറ്റേ ഒരു ചൈനീസ് മെയ്ഡ് സ്കൂട്ടർ നിങ്ങൾ മേടിക്കുന്ന പ്രൈസിന് നിങ്ങൾക്ക് കിട്ടും. തീരെ പ്രൈസ് കുറഞ്ഞ് എനിക്ക് തോന്നുന്നു ഹീറോയുടെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഇവിടെ സെൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹീറോയുടെ വിതയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഹീറോ ഇലക്ട്രിക് എന്ന് പറയുന്ന വേറൊരു സെഗ്മെന്റ് ഉണ്ട്. അപ്പം അതില് തീരെ ചെറിയ വണ്ടികളാണ്. പവർ കുറഞ്ഞ വണ്ടികളാണ്. പണ്ട് തൊട്ട് ഇവിടെ സെയിൽ ചെയ്യുന്ന വണ്ടികളാണ്. സോ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ്. അപ്പം ഹീറോ വിത നോക്കുമ്പോ അത് ഞാൻ ഇപ്പൊ റെക്കമെൻഡ് ചെയ്യത്തില്ല. പിന്നെ വിതയുടെ കാര്യം പറയുവാണെങ്കിൽ അതും ഈ അടുത്തിടയ്ക്ക് അതിന്റെ വീൽ ഹബ്ബ് പൊട്ടിപ്പോയിട്ട് 2 പേര് ആക്സിഡന്റ് ആയിട്ട് ഒരാൾ സീരിയസ് ആയിട്ട് കിടക്കുന്ന ഒരു ഇഷ്യൂ ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു ചാനലിനകത്ത് വന്നതാണ്. അപ്പൊ ഹോസ്പിറ്റലില് അവരുടെ റിലേറ്റീവായിട്ട് സംസാരിക്കുന്നതും കാര്യങ്ങളും റിലേറ്റീവ്സ് കാര്യങ്ങൾ പറയുന്നതും അതിന്റെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ. അതെല്ലാം ചാനലിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതാ ഞാൻ പറഞ്ഞത്. അത്യാവശ്യം എല്ലാ ആ ഒരു ചാനലിൽ കേറിയാൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഇഷ്യൂസും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അപ്പോ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കിക്കോ. ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സർവീസസ് 200-ലധികം സർവീസ് സെന്റേഴ്സ് ഇപ്പൊ ഉടനെ തന്നെ അഡീഷണൽ വരുമെന്നാണ് അവര് പറയുന്നത്. 600 പ്ലസ് മൊത്തത്തില്. അപ്പൊ അതിനുശേഷം അവര് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ചാർജിങ് ആണ് മൂന്നാമത്തെ ബാരിയർ ആയിട്ട് അവര് സംസാരിക്കുന്നത്. ചാർജിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചാർജിങ് ഇപ്പൊ നിലവിൽ ഹൈപ്പർ ചാർജിങ് അവര് 2 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 4000 ഹൈപ്പർ ചാർജിങ് 2023 അവസാനത്തോടെ അല്ലെങ്കിൽ 2023 കൂടി വരുമെന്നാണ്. ഇപ്പൊ 2024 ആയി. അപ്പം ഈ ഒരു ഇവന്റിൽ അവരൊരു പുതിയ അനൗൺസ്മെന്റ് നടത്തി. അതെനിക്ക് കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ട് തോന്നി. കാരണം ഹൈപ്പർ ചാർജറിനെക്കാട്ടി നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് അവര് സംസാരിക്കുന്നത്. അതും അല്ല കൂടുതൽ എണ്ണത്തില് നമുക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കുമെന്നാണ് അവര് പറയുന്നത്. കാരണം അവര് പുതിയ ഫാസ്റ്റ് ചാർജിങ് നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു 3 കിലോ വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് നെറ്റ്വർക്ക്. അത് ടോട്ടല് 10,000 എണ്ണമാണ് അവര് ഫസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അതും ഈ ഒരു ഏപ്രിലോട് കൂടി തന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അവര് പറയുന്നത്. അത് അത്യാവശ്യം ഭയങ്കര നല്ല കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു നമുക്ക് 50 കിലോമീറ്റർ അവിടെ ഉള്ള ഒരു ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 23 മിനിറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 2.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഫുൾ ചാർജ് ആക്കാൻ പറ്റും. 2.5 മുതൽ 3 മണിക്കൂർ വരെ മാക്സിമം 80% എന്തായാലും 2.5 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ആക്കാൻ പറ്റും. അവിടെ വീട്ടിൽ ചെയ്യുവാണെങ്കിൽ ഒരു 6 മണിക്കൂർ വരെ മാക്സിമം എടുക്കും. S1 Pro Gen 2ന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം ബാക്കിയുള്ള വണ്ടികളുടെ ബാറ്ററി കപ്പാസിറ്റി അനുസരിച്ച് ആ എന്താണ് ടൈം കുറയും, സ്പീഡ് കൂടുതൽ തന്നെ ആയിരിക്കും. പിന്നെ എക്സ്ട്രാ ഒരു കിടിലൻ ഓപ്ഷൻ അവര് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റിയ അതൊരു കിടിലൻ കൺസെപ്റ്റ് ആണ് കേട്ടോ. ഇതൊരു പോർട്ടബിൾ ചാർജറാണ് അവര് വന്നിരിക്കുന്നത് 3 കിലോ വാട്ടിന്റെ. അത് നല്ല രസമുണ്ട് അതൊരു ചാർജർ കാണാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് വീട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അവര് ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ അവര് സെറ്റ് ചെയ്ത് തരും. അവരുടെ ആൾക്കാര് വന്ന് സെറ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് ബുക്കിംഗ് നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ഡെലിവറി എനിക്ക് തോന്നുന്നു ഏപ്രിലോട് കൂടി കിട്ടും. ചിലപ്പോൾ അതിന് മുമ്പേ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം അവരുടെ ചാർജിങ് നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വീട്ടിലോട്ടുള്ള കുറച്ച് പേരല്ലേ ബുക്ക് ചെയ്യത്തുള്ളൂ. ചിലപ്പോൾ അതങ്ങ് എത്തിക്കാൻ ചാൻസ് ഉണ്ട്. സോ വേണ്ടുന്നവർ ബുക്ക് ചെയ്യുക. നിലവിൽ യൂസ് ചെയ്യുന്നവർക്കും യൂസ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തൊരു കാര്യമാണ് 4-മത്തെ ബാരിയറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. അതൊരു ഭയങ്കരമായിട്ട് പെട്ടെന്നായിപ്പോയി എന്നൊരു ചിന്ത ചിലവർക്ക് തോന്നും. കാരണം ബാക്കിയുള്ള ബ്രാൻഡുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർക്ക് ഇതിനകത്തോട് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ ഒരു കാര്യത്തോട്. കാരണം അവരും കൂടെ കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം നമ്മുടെ ടിവിഎസിന്റെ ഐക്യൂബ്, ചേതക്ക് അതുപോലത്തെ വണ്ടികളൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ കാരണം സെയിൽസിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒലയാണ്. 30,000-ൽ പുറം 32,000 സംതിങ് സെയിൽസ് ആണ് കഴിഞ്ഞ ജനുവരിയിൽ മാത്രം ഒലയ്ക്ക് നടന്നിട്ടുള്ളത്. ടിവിഎസ് ഐക്യൂബാണ് 2-ാം സ്ഥാനത്ത് 17,000 സംതിങ് സെയിൽസ്. അപ്പം 3-ാം സ്ഥാനത്തുള്ളത് എനിക്ക് തോന്നുന്നു നമ്മുടെ ബജാജിന്റെ ചേതക്കാണ് 10,000 സംതിങ്. 4-ാം സ്ഥാനത്തുള്ളത് ഏതർ 9,000 സംതിങ്. അപ്പൊ ഏതറും ചേതക്കും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഒലയാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോ 2-ാം സ്ഥാനത്തുള്ള ടിവിഎസ് ഐക്യൂബിനെക്കാട്ടി ഇരട്ടിയിൽ കൂടുതൽ ഓല സെയിൽസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് വേറൊരു പ്രശ്നം കൂടി. ഇത്രയും സ്പീഡിൽ സെയിൽസ് നടത്തുമ്പോൾ ക്വാളിറ്റി ചെക്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ? അത് ചെക്ക് ചെയ്യാതെ മിസ്സാവുന്നുണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ടുണ്ട്. കാരണം വണ്ടി പുതിയത് എടുത്തു കഴിഞ്ഞാൽ ഒരു 13 ദിവസത്തിന്റെ ഇടയ്ക്കൊക്കെ ഇഷ്യൂസ് വരുന്നതൊക്കെ നമുക്ക് ഈ ട്വിറ്ററിൽ ചുമ്മാ കേറി കഴിഞ്ഞാൽ കസ്റ്റമർ തന്നെ അവരുടെ സ്വന്തം ഐഡിന്ന് പോസ്റ്റ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. ഓഹ്! അങ്ങനെ ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അത് തീരെ ചെറിയ വണ്ടിയൊക്കെ ഉള്ളൂ. അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. അതവര് സർവീസ് കുറച്ചുകൂടെ എഫിഷ്യന്റ് ആണെങ്കിൽ അത് പെട്ടെന്ന് തീർത്ത് കൊടുക്കാൻ പറ്റും. സോ അത് വിടാം. അപ്പൊ പോർട്ടബിൾ ചാർജർ വേണ്ടുന്നവർക്ക് പോയി ബുക്ക് ചെയ്യാം. 4-മത്തെ കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നത് ബാറ്ററി ലൈഫിന്റെ കാര്യമാണ്. ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഒരു പരമാവധി ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് കമ്പനി കൊടുക്കുന്ന വാറന്റി ഒരു 3 വർഷം ഒക്കെയാണ് മാക്സിമം ഇലക്ട്രിക് സ്കൂട്ടേഴ്സിന് കമ്പനി കൊടുക്കുന്ന വാറന്റി. അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ അല്ലെങ്കിൽ 40,000 കിലോമീറ്റർ 30,000 കിലോമീറ്റർ ഒക്കെ. ഒലയുടെ വാറന്റി വരുന്നത് 40,000 കിലോമീറ്റർ അല്ലെങ്കിൽ 3 വർഷത്തേക്കാണ്.
നിലവിലത്തെ വാറന്റി വരുന്നത്. അപ്പം ഇപ്പൊ ഒരു പുതിയൊരു വാറന്റി പാക്കേജ് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പാക്കേജ് അല്ല. നിങ്ങളൊരു ഇലക്ട്രിക് സ്കൂട്ടർ എടുത്താ ആ വാറന്റി നിലവില് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു വാറന്റിയാണ്. ഈ 3 വർഷത്തെ വാറന്റി അതിന് ഇപ്പൊ അവര് പറഞ്ഞിട്ടുള്ള എക്സ്ട്രാ വാറന്റി കിട്ടുന്നതായിരിക്കും. അത് എക്സ്ട്രാ വാറന്റി അല്ല. 8 വർഷത്തെ വാറന്റിയാണ് ഇനി തൊട്ട് വരുന്ന എല്ലാ S1നും വരുന്നത്. അപ്പൊ പഴയ S1ന് അത് ബാധകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന്റെ കാര്യം അവര് പറഞ്ഞിട്ടില്ല കേട്ടോ. ആ ഒരു കാര്യം അവര് ഇവന്റിനകത്ത് പറഞ്ഞിട്ടില്ല. അതിനി അവര് ഒഫീഷ്യലായിട്ട് എന്തേലും പറയുന്നുണ്ടെങ്കിലേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇനി ഇറങ്ങാൻ പോകുന്ന എല്ലാ S1നും വരുന്ന ബാറ്ററി പാക്കിന് 8 വർഷം വാറന്റി അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ വാറന്റി. പിന്നെ എക്സ്ട്രാ പാക്കേജ് അവര് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാവുന്ന എക്സ്ട്രാ പാക്കേജുകൾ. ഈ 8 വർഷത്തെ വാറന്റിയും 80,000 കിലോമീറ്റർ വാറന്റിയും വണ്ടി മേടിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കൂടെ തന്നെ കിട്ടുന്നതാണ്. അതിന് എക്സ്ട്രാ പാക്കേജ് പേയ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. എക്സ്ട്രാ പാക്കേജ് ഒന്നുമല്ല അത്. വണ്ടി മേടിക്കുമ്പോൾ അതിന്റെ കൂടെ കിട്ടുന്ന നോർമൽ വാറന്റിയാണ്. അത് അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ അത്രയും വാറന്റി കൊടുക്കുന്നത്. കാരണം ഇൻ ഹൗസ് പ്രൊഡക്ഷൻ ചെയ്യുന്നൊരു സെല്ലാണ് അവരുടെ സെല്ല്, വണ്ടികളല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അത്ര ധൈര്യത്തിൽ അത് കൊടുക്കാൻ പറ്റും. എന്താണ് ഇനിയിപ്പം ഈ ഒരു ഏപ്രിൽ തൊട്ട് ഡെലിവറി എന്ന് അവര് പറയുന്നുണ്ടല്ലോ. അതിനു മുമ്പ് തന്നെ ജിഗ ഫാക്ടറി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ സെല്ല് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട്. അതിന്റെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് തീരാറായി അതിന്റെ വർക്ക്. അത് തീർന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ പ്രൊഡക്ഷൻ തുടങ്ങും. അപ്പൊ പിന്നെ ഈ ഒരു വലിയൊരു വാറന്റി അവർക്ക് കൊടുക്കാൻ പറ്റും. അത് ഉറപ്പാണ്. ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും. അവരുടെ സെല്ലിന് അവർക്ക് അത്ര കോൺഫിഡൻസ് ആണ്. അത് മാത്രമല്ല ഈ സെല്ലിന്റെ വാറന്റി ടൈമാണ് ഞാൻ പറഞ്ഞത്. അന്നേരം ഈ ഒരു സെല്ലിന്റെ ഒരു എന്താണ് ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കാണും. ഒരു 10 മുതല് 12 വർഷം വരെയൊക്കെ എനിക്ക് തോന്നുന്നു സുഖമായിട്ട് ഈ ഒരു സെല്ല് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചെറിയ റേഞ്ച് ഡ്രോപ്പ് 8 വർഷം കഴിഞ്ഞിട്ട് വന്നാൽ വന്നു. കാരണം 8 വർഷം അവര് വാറന്റി കൊടുക്കണമെങ്കിൽ 10 വർഷത്തേക്ക് അവർക്ക് ഒരു ഗ്യാരണ്ടി ഉള്ളോണ്ടായിരിക്കണം. ഒരു ഇലക്ട്രിക് സ്കൂട്ടർ 10 വർഷമൊക്കെ ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്തേക്കാം. യൂസ് ചെയ്തേക്കാം എന്നേ ഉള്ളൂ. അപ്പൊ നോർമൽ പെട്രോൾ സ്കൂട്ടറിന്റെ വാറന്റി അവര് പറയുന്നുണ്ട് 5 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്ററൊക്കെയാണ് ഒരു ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഒരു വാറന്റി എന്ന് വെച്ചാൽ പെട്രോൾ സ്കൂട്ടേഴ്സിന്. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോ ഇത് എന്തുകൊണ്ടും നിങ്ങൾക്ക് ഇത് തന്നെ ചൂസ് ചെയ്യാം. അതാണ് അവര് പറയുന്നത് എൻഡ് ഐസ് ഏജ്. അപ്പൊ നിങ്ങക്ക് ധൈര്യമായിട്ട് ഇത് തന്നെ ചൂസ് ചെയ്യാം. പിന്നെ ഈ സർവീസ് ഇഷ്യൂസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒല പെർഫെക്റ്റ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡുകളിൽ ഒന്നാണ് ഒല ഏതർ. പിന്നെ ടി.വി.എസ് ഐക്യൂബ് എനിക്ക് ഹബ്ബ് മോട്ടറിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു പൈസ കുറഞ്ഞ് കിട്ടുവാണെങ്കിൽ ഹബ്ബ് മോട്ടർ കുഴപ്പമില്ല. 1,00,000 റേഞ്ചിലൊക്കെ കിട്ടുവാണെങ്കില്. പിന്നെ സിമ്പിൾ വണ്ണിന്റെ ഇലക്ട്രിക് സ്കൂട്ടർ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ്. അപ്പം അവരുടെ ഒരു ഡെലിവറി ഡിലേ ആവാനുള്ള കാരണം ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു ആഹ് അവരുടെ ഈ ഒലയ്ക്കൊക്കെ വരുന്ന ഈ ഒരു ഇഷ്യൂസ് ഉണ്ടല്ലോ, ഈ സർവീസ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഷോറൂമിന്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ ബാറ്ററിയുടെ ഇഷ്യൂസ് അത് ഇത് മറ്റേതെന്നൊക്കെ പറഞ്ഞ്. അപ്പോ അതൊന്നും വരാതെ 90% വണ്ടി കിടിലം ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ 99% വണ്ടി ക്ലിയർ ആയിട്ട് ഒരു ഇഷ്യൂസും വരത്തില്ല എന്ന ഉറപ്പോട് കൂടിയിട്ട് ഇറക്കാൻ വേണ്ടിയിട്ടാണ് അവര് വെയിറ്റ് ചെയ്യുന്നതെന്നാണ് എന്റെ സിഇഒ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഞാനും വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ നല്ലത്. പിന്നെ നമുക്ക് ഈ 80,000 കിലോമീറ്റർ അല്ലെങ്കിൽ 8 വർഷത്തെ വാറന്റി അല്ലാതെ എക്സ്ട്രാ മേടിക്കാൻ പറ്റുന്ന പാക്കേജ് എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങക്ക് ഈ ഒരു കിലോമീറ്റേഴ്സ് 1,00,000 കിലോമീറ്റർ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഒരു 5,000 രൂപ കൊടുത്ത് കഴിഞ്ഞാല്. അല്ലെങ്കിൽ നിങ്ങക്കൊരു 12,000 രൂപ അല്ലെങ്കിൽ 13,000 രൂപ ചെലവാക്കി കഴിഞ്ഞാല് നിങ്ങക്ക് ആ ഒരു 1,00,000 കിലോമീറ്റർ എന്നുള്ളത് 1,15,000 കിലോമീറ്റർ 1,25,000 കിലോമീറ്റർ ആക്കി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അത് വേണ്ടുന്നവര് ചെയ്താൽ മതി. ആ ഒരു പാക്കേജ് അവൈലബിൾ ആണെന്നുള്ളതാണ് ഓല പറയുന്നത്. അപ്പം ഇതാണ് ആ ഒരു 4 ബാരിയേഴ്സ്, ബ്രേക്ക് ദ ബാരിയേഴ്സ്. അപ്പോ എൻഡ് ഐസേജിന് അവർക്ക് തടസ്സമായിട്ട് നിന്നിരുന്ന മെയിൻ ബാരിയേഴ്സ്. അപ്പം ഇനിയൊരു അപ്ഡേറ്റ് വരുന്നെങ്കിൽ എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു 220 കിലോമീറ്റർ പ്ലസ് വരുന്ന ഒരു റേഞ്ച് വരുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടർ അവതരിപ്പിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 200 കിലോമീറ്റേഴ്സ് ഒക്കെ അതൊരു റിയൽ വേൾഡ് റേഞ്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ? അപ്പൊ അതാണ് എന്റെ ഒരു ആഗ്രഹം. ഞാൻ വിചാരിച്ച അവസാനത്തെ ആ ഒരു ബാറ്ററി വാറന്റിക്ക് പകരം അതായിരിക്കും കൊണ്ടുവരാൻ ചാൻസ് ഉള്ളതെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അവരിത് കൊണ്ടുവന്നു. പക്ഷെ ഇത് നല്ല ഉപകാരമുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പഴും ഞാൻ പല ആൾക്കാരുടെ അടുത്തും നിങ്ങൾ ഒരു സ്കൂട്ടർ എടുക്കാൻ പോകുന്ന ടൈമില് ആ ഇലക്ട്രിക് സ്കൂട്ടർ നോക്കിക്കൂടെ എന്ന് ചോദിക്കുന്ന ടൈമില് അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ബാറ്ററി എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും. ചിലപ്പോ നമ്മളൊരു 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാല് ഡാമേജ് ആയി കഴിഞ്ഞാല് വണ്ടിയുടെ ഒരു 1/4 ഭാഗത്തോളം പൈസ ഒരു ബാറ്ററിക്ക് വേണ്ടി ചെലവാക്കണ്ടേ എന്നുള്ള കാര്യം. അപ്പൊ 8 വർഷത്തെ വാറന്റി ഉണ്ട്. അതും വെറും വാറന്റി അല്ല. അവര് തന്നെ പറയുന്നുണ്ട് ഈ 8 വർഷത്തിന്റെ ഇടയ്ക്ക് എന്ത് ഇഷ്യൂ ആണെങ്കിലും അത് അവര് എന്താണ് കൂടുതൽ ചിക്കിച്ചികഞ്ഞ് അത് ഇതൊന്നൊന്നും പറയാൻ നിക്കാതെ, തർക്കിക്കാൻ നിക്കാതെ അവര് റീപ്ലേസ് ചെയ്ത് തരുമെന്നാണ് അവര് പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇൻ ഹൗസ് പ്രൊഡക്ഷൻ ആണ് ഇനി തൊട്ട് അങ്ങോട്ട് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒത്തിരി എന്താണ് അതിനെക്കുറിച്ചിട്ട് ആലോചിക്കേണ്ടി വരത്തില്ല. അവര് തന്നെ പ്രൊഡക്ഷൻ ചെയ്യുന്നോണ്ട് ലോ കോസ്റ്റിൽ അവർക്കത് അവർക്കതൊരു നഷ്ടം വരാത്ത രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റും. അതായിരിക്കും അവര് 8 വർഷത്തെ വാറന്റി കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അന്നേരം ആൾക്കാര് എടുക്കാൻ പോകുന്ന ടൈമില് ബാറ്ററിയുടെ ഒരു ഇഷ്യൂ പറയത്തില്ലല്ലോ. 8 വർഷത്തേക്ക് ഒരു എന്താണ് എഫിഷ്യൻസി കുറയുവാണെങ്കിലും റേഞ്ചിന്റെ ഒരു സെല്ലുകളുടെ എഫിഷ്യൻസി കുറയുവാണെങ്കിൽ പോലും നിങ്ങക്കത് റീപ്ലേസ് ചെയ്ത് തരുന്നതായിരിക്കും. കിടിലൻ കൺസെപ്റ്റ് അല്ലേ? അപ്പൊ
എനിക്കിതിൽ തോന്നിയിട്ടുള്ള പോസിറ്റീവ്, നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബ്രേക്ക് ദ ബാരിയേഴ്സിനകത്ത് പറഞ്ഞ 3 കാര്യങ്ങൾ സർവീസ് ഒഴികെ പറഞ്ഞ 3 കാര്യങ്ങൾ എനിക്ക് പോസിറ്റീവാണ്. സർവീസിന്റെ കാര്യം മാത്രം ഞാനിപ്പോ റീസെന്റ് ആയിട്ട് ഒത്തിരി കാണുന്നുണ്ട്. സർവീസ് കംപ്ലയൻസ് സർവീസ് സെന്ററില് റെസ്പോൺസ് തീരെ കുറവാണ്. ഇപ്പം എന്തേലും വണ്ടി ശരിയാക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ പാർട്ട് വരണമെന്നും പറഞ്ഞ് ഇത്രയും നാള് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നു. അതൊക്കെ ഒരു ഇന്ത്യൻ മാനുഫാക്ചേഴ്സ് എന്ന രീതിയിൽ അതൊക്കെ ഒരു ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഒരു ഇന്ത്യയില് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു വണ്ടിക്ക് പാർട്ട് കിട്ടാനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വണ്ടി മേടിക്കുന്ന കസ്റ്റമേഴ്സിന് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഇനി നമുക്ക് ബാക്കി കാര്യങ്ങള് അടുത്തൊരു വീഡിയോയിൽ സംസാരിക്കാം. അപ്പൊ മെയിനായിട്ട് ഇവന്റിനെ കുറിച്ചിട്ട് അതിന്റെ പോസിറ്റീവ്, നെഗറ്റീവ്സ് ഒക്കെയാണ് സംസാരിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ കമന്റ്സിൽ പറയാൻ തോന്നുന്നത് കമന്റ്സിൽ പറയുക. അപ്പൊ അടുത്തൊരു കിടിലൻ വീഡിയോ കാണുന്നതായിരിക്കും.